ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറേക്ക് വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് 20 to 30 സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയക്കാവുന്നതാണ്. നമ്മൾ ഇതേപോലെ നല്ല അടിപൊളി സെയിൽ പോസ്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും അതുപോലെ വീഡിയോയുടെ അവസാനത്തിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല. സെയിൽ പോസ്റ്റ് ഫസ്റ്റ് ഒരു ടൈം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് ഷുഗർ ഗ്ലിഡറിൻ്റെ 6 മാസമായിട്ടുള്ള ടേമിഡിൻ്റെ പെയറുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 22,000 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 6 മാസം പ്രായമുള്ളതാണ്. ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 2 പെയറോളം ഷുഗർ ഗ്ലിഡർ കൊടുക്കാനുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കുറച്ചധികം പ്രാവുകളാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രാവുകൾ നല്ല റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഹംഗേറി മിക്സ് ആണ് വന്നിരിക്കുന്നത്. ഹംഗേറി മിക്സ് നല്ല അടിപൊളി ഹംഗേറി മിക്സുകൾ. പീസ് റേറ്റ് 250 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി കളേഴ്സൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് പ്രാവുകൾ വന്നിട്ടുണ്ട്. നല്ല റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഹംഗേറി മിക്സൊക്കെ പീസ് റേറ്റ് 250 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹിപ്പികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഹിപ്പികൾ 2-3 കളർ വെറൈറ്റികളുണ്ട്. ഹിപ്പികൾ ഒരു 10 പീസോളം ഹിപ്പി കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 300 രൂപയാണ് ഹിപ്പിയുടെ റേറ്റായിട്ട് ചോദിക്കുന്നത്. അതേപോലെ അടുത്തായിട്ട് അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ് മുഗികളാണ് വന്നിരിക്കുന്നത്. മുഗിയുടെ റേറ്റ് വരുന്നത് പീസ് റേറ്റ് 200 രൂപയാണ് ഒരു മുഗിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ മൊത്തം ഒരുമിച്ചൊക്കെ എടുക്കണമെങ്കിൽ റേറ്റ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരുപാട് മുഗികൾ കൊടുക്കാനുണ്ട്. ഹംഗേറി മിക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഹിപ്പിയും കൊടുക്കാനുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അസീലിൻ്റെ ചിക്സുകളാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമുള്ളത് 30ഓളം ചിക്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 30ഓളം പീസ് ചിക്സ് കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് വരുന്നത് 500 രൂപയാണ് ഒരു ചിക്കിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നുള്ളൂ. അസീലിൻ്റെ കത്തിക്കാല് ലോങ് ടെയിലാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. കത്തിക്കാലിൽ ലോങ് ടെയിലൊക്കെ നല്ല ലെങ്ത്ത് വരുന്ന ഒരു അസീലാണ് വന്നിരിക്കുന്നത്. 30ഓളം ചിക്സ് ഉണ്ട്. പീസ് റേറ്റ് 500 രൂപയാണ് വരുന്നുള്ളൂ. അപ്പോൾ പേരൻസിൻ്റെ ഫോട്ടോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി അസീലിൻ്റെ ചിക്സുകളാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമുള്ളത്. ഗ്രീൻ ചിക്ക് കൊനൂറിൻ്റെയും യെല്ലോ ഷെയ്ഡഡ് കൊനൂറിൻ്റെയും ചിക്സുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഹാൻഡ് ഫീഡിങ് ചിക്സ്. അപ്പോൾ ഒരു ചിക്കൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 2,000 രൂപയാണ് ഒരു ചിക്കൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സിൻ്റെ ഒക്കെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. കൊല്ലം ജില്ലയിൽ പത്തനാപൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 5-6 ചിക്കുകളോളം കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ കൊനൂറിനൊക്കെ ഇണക്കി വളർത്താൻ എടുക്കുന്നവർക്കൊക്കെ കറക്റ്റ് എടുക്കാൻ പറ്റിയ പ്രായമാണ്. ഹാൻഡ് ഫീഡിങ് ചിക്സുകളാണ് വന്നിരിക്കുന്നത്. ഈ പ്രായത്തിലാണ് നമ്മൾ കൊനൂറുകളൊക്കെ ഇണക്കി വളർത്താൻ എടുക്കേണ്ട പ്രായം. അപ്പോൾ ഒരു ചിക്കന് റേറ്റ് ചോദിക്കുന്നത് 2,000 രൂപയാണ് ഒരു ചിക്സിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 6 ചിക്സോളം കൊടുക്കാനായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. സെൻറ്റ് ബെർണാഡിൻ്റെ ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. വിത്ത് KCI 30,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇനിയുള്ള 5ാം സെക്ഷനിൽ വന്നിരിക്കുന്നത്. വിത്ത് KCI 30,000 രൂപ സെൻറ്റ് ബെർണാഡിൻ്റെ ഫീമെയിൽ പപ്പി. അതേപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നതാണ് ഡാഷ് കണ്ടിൻ്റെ മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പീസും. 4,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. ഈ ഡോഗ്സ് എല്ലാതും 4,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്ത് ലാബിൻ്റെ മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 6,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്.
സിൽക്കി കോഴികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ താനൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 4 മാസമായിട്ടുള്ള സിൽക്കി കോഴികൾ പെയറിന് 800 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. സിൽക്കി കോഴികൾ വന്നിരിക്കുന്നത് ഒരു 5-8 പീസോളം കൊടുക്കാനുണ്ട്. 4 മാസമായത് പെയറിന് 800 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു അഡൽട്ട് മെയിലുണ്ട് സിൽക്കി കോഴിയുടെ. അതിന് വരുന്നത് പീസ് റേറ്റ് 500 രൂപയാണ് അതിൻ്റെ റേറ്റായിട്ട് ചോദിക്കുന്നത്. അഡൽട്ട് ഒരു മെയിൽ മാത്രമായിട്ടുള്ളത്. ഇത് വന്നിരിക്കുന്നത് പീസ് റേറ്റ് 500 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. മലപ്പുറം ജില്ലയിൽ താനൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. സിൽക്കി കോഴികൾ പീസ് റേറ്റ് 400 രൂപ 4 മാസമായത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ലവ് ബേഡുകളാണ്. 14 എണ്ണം 900 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. തൃശ്ശൂർ ജില്ലയിൽ ചൊവ്വൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് നിന്ന് എടുക്കേണ്ടി വരും. 14 എണ്ണം 900 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി കളേഴ്സുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റുന്നവർക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. 14 എണ്ണം 900 രൂപ തൃശ്ശൂർ. ഡാഷ് കണ്ടിൻ്റെ ഒരു സെമി അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത്. 6 മാസം പ്രായമായിട്ടുള്ളൊരു മെയിൽ ഡോഗ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റായിട്ട് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോതമംഗലം അടുത്ത് കുട്ടമ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. കോതമംഗലം. അപ്പോൾ 6 മാസമായിട്ടുള്ള ഒരു നല്ല അടിപൊളി സെമി അഡൽട്ട് മെയിൽ ഡോഗാണ് ഡാഷ് കണ്ടിൻ്റെ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അസീലിൻ്റെ വിത്തുകാല് 2 വയസ്സ് പ്രായമുള്ളത് 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അസീലാണ് വന്നിരിക്കുന്നത്. അസീലിൻ്റെ വിത്തുകാല് 2 വയസ്സ് പ്രായമുണ്ട്. 2500 രൂപ. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. കോക്ടെയിലിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്സാണ് വന്നിരിക്കുന്നത്. കോക്ടെയിൽ വൈറ്റ് ഫേസിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ് 1300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വൈറ്റ് ഫേസ് കോക്ടെയിലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 1300 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെ വീഡിയോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫാദറും മദറും സർട്ടിഫൈഡാണ് വന്നിരിക്കുന്നത്. പപ്പിക്ക് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റായിട്ട് ചോദിക്കുന്നത് 6000 രൂപയാണ് പപ്പിയുടെ റേറ്റായിട്ട് ചോദിക്കുന്നത്. ആ ഫാദറിൻ്റെയും മദറിൻ്റെയും വീഡിയോ ഫോട്ടോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫാദറും മദറും സർട്ടിഫൈഡാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത്. 6000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ പപ്പി മാത്രമാണ് കൊടുക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ബ്രഹ്മയുടെ 10 മാസമായിട്ടുള്ള കോഴികളാണ് വന്നിരിക്കുന്നത്. ഫാൻസി കോഴി ബ്രഹ്മ കോഴികൾ 10 മാസമായിട്ടുള്ളത് ഒരു 3-4 പെയർ കൊടുക്കാനുണ്ട്. പെയറിന് വരുന്നത് 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ മലയൻകീഴാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പെയറിന് 2500 രൂപയുടെ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ബ്രഹ്മ കോഴികൾ 10 മാസം പ്രായമായത്. അതേപോലെ തന്നെ ഇത് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. നാടൻ കോഴികളൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മ കോഴികളൊക്കെ നല്ല റേറ്റ് കുറവിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ നാടൻ കോഴികളായിട്ട് എക്സ്ചേഞ്ച് നോക്കുന്നവർക്ക് അങ്ങനെയും നോക്കാവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ മലയൻകീഴാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫാൻസി കോഴികൾ നാടൻ കോഴികൾ അസീൽ മറ്റെല്ലാ ഏതെങ്കിലും എക്സോട്ടിക് പെറ്റ്സ് അങ്ങനെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മൾ ഇതേപോലെ നല്ല സെയിൽ പോസ്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതേപോലെ പെറ്റ്സിൻ്റെ മേഖലയുള്ള ഉള്ളവരുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് സെയിലിനൊക്കെ ഉപകരിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹംഗേറി മിക്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 2500 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ആരെങ്കിലും ഈ ബ്രീഡിംഗ് പെയറിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എറണാകുളമാണ് ലൊക്കേഷൻ. അതേപോലെ തന്നെ
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾ പെറ്റ്സിൻ്റെ ഈ മേഖലയിൽ ഉള്ളവരാണെങ്കിൽ സെയിൽ പോസ്റ്റ് മാക്സിമം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പെറ്റ്സിന് മാർക്കറ്റ് കണ്ടെത്തിയാലാണ് നിങ്ങളുടെ ഈ ഫാമിംഗ് സെക്ഷൻ വിജയകരമാവുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.